നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലൊരു പുതിയ നിയമമല്ല, പഴയ നിയമം തന്നെയാണ്. അതായത് FCRA എന്ന് പറഞ്ഞ ഒരു നിയമം പാർലമെൻറ്റിൽ നേരത്തെ മുതലുള്ള നിയമമാണ്. ആ നിയമത്തിന് ചെറിയ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. അത് ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നിട്ടേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ ചർച്ച നടന്നിട്ടില്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ആ ബില്ലിൽ ചെറിയ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചപ്പോഴത്തേക്ക് ഇവിടെ പലർക്കും വലിയ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ചില ബിഷപ്പുമാർക്ക്, ചില മെത്രാന്മാർക്ക്. അതുപോലെ തന്നെ അവരുടെ വിചാരം, ഈ ബില്ല് വന്നാൽ അവരുടെ സ്ഥാപനങ്ങളും അവരുടെ സമ്പാദ്യമെല്ലാം ഗവൺമെൻറ് എടുത്തു കൊണ്ടുപോകുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ബില്ല് എന്താണെന്ന് എനിക്ക് നിങ്ങളും വാർത്താമാധ്യമങ്ങളൊക്കെ കേൾക്കുന്നതാണ്. എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഈ ബില്ലിൽ, ഈ FCRA എന്ന് പറഞ്ഞ ബില്ല്, ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട്, നമ്മളിപ്പോൾ അത് ഹിന്ദുക്കൾ സ്വീകരിക്കുന്നുണ്ട്, മുസ്ലിംസ് സ്വീകരിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് സ്വീകരിക്കുന്നുണ്ട്, വിദേശ ഫണ്ട്. ഈ വിദേശ ഫണ്ട്, അല്ലെ ഈ ചാരിറ്റി എന്ന പേരിൽ വിദേശത്തു നിന്ന് സ്വീകരിക്കുന്ന ഈ ഫണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നതിന് തെറ്റില്ല. ഗവൺമെൻറ് ഒരിക്കലും അത് സ്വീകരിക്കരുതെന്ന് പറയുന്നുമില്ല. പക്ഷേ ഗവൺമെൻറ് പറയുന്നത്, ഈ പണം അല്ലെങ്കിൽ സ്വീകരിച്ച പണം എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെട്ടു, വിദേശത്തുനിന്ന് പണം അയക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയായിരിക്കും അവരത് അയക്കുന്നത്. ഒന്നുകിൽ അത് വൃദ്ധസദനത്തിനേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെ അങ്ങനെയുള്ള ഉന്നമനത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷേ ആ സ്വീകരിച്ച പണം അതേ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഗവൺമെൻറ്റിനൊരു ട്രാൻസ്പെറൻസി വേണം. ഗവൺമെൻറ്റിന് ഏത് കാര്യത്തിനാണോ, എന്ത് പർപ്പസിനാണോ ആ പണം ഉപയോഗിച്ചത്, അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം, അല്ലെങ്കിൽ അതിനൊരു അക്കൗണ്ട്സ് വേണം. ഇത് മാത്രമേ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം ചില സോഷ്യൽ മീഡിയ വഴി ചിലർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ആ നിയമം പാസ്സാക്കിയാൽ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി, ഈ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കും. അങ്ങനെയൊന്നുമില്ല. ഗവൺമെൻറ്റിന് ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. ഗവൺമെൻറ്റിന് ഈ സ്വീകരിച്ച പണം എന്തിനു വേണ്ടിയാണോ ആ പണം അയച്ചു കൊടുത്തത്, ഇപ്പോൾ ഒരുപക്ഷെ ഈ കിട്ടിയ പണം രാജ്യത്ത് തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടേക്കാം. ഇപ്പോൾ വൃദ്ധസദനത്തിൽ കൊടുക്കേണ്ട പണം മറ്റൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും വഴിയിൽ വകമാറ്റി ചിലവഴിച്ചേക്കാം. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ട്രാൻസ്പെറൻസി വേണം. പണം എന്തിന് ചിലവഴിച്ചു, പണം അതേ ഉദ്ദേശത്തോടു കൂടി അല്ലെ ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ പണം ഇന്ത്യയിലേക്ക് അയച്ചത്, ആ ഉദ്ദേശത്തിന് വേണ്ടി പണം ചിലവഴിച്ചോ ഇല്ലയോ, ഇത് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റിന്
ഒരു ലക്ഷ്യം. അല്ലാതെ ഒരു മതന്യൂനപക്ഷങ്ങൾക്കും ഈ നിയമം എതിരല്ല.